ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിലിമിനറി അല്ലെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻകോർപ്പറേഷൻ എന്താണ്? ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി അല്ലേ? പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്ക് വേണ്ടി, കമ്പനിയുടെ പേരും പറഞ്ഞ് കമ്പനിക്ക് വേണ്ടി എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട്സിനാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്, പ്രിലിമിനറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ കമ്പനി വരുന്നതിന് മുന്നേ ആരാണ് കമ്പനിക്ക് വേണ്ടി ഓടാറുള്ളത്? പ്രൊമോട്ടറാണ് അല്ലേ? ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ പ്രൊമോട്ടർ ടു ഫിക്സ് ഓൾ ദി എന്താ പറയുന്നത് resources, the share capital, raising of capital, everything is done by the promoter himself. So before he enters into many contracts, അതായത് കമ്പനിയുടെ ആവശ്യത്തിനായിട്ടുള്ള പല പല കോൺട്രാക്റ്റുകളിലും എൻ്റർ ചെയ്യും പ്രൊമോട്ടർ. അപ്പോൾ അങ്ങനത്തെ കോൺട്രാക്റ്റൊക്കെ കമ്പനി നിലവിലുണ്ടോ? ഇറ്റ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ദാറ്റ് ഈസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് അല്ലേ? പക്ഷേ കമ്പനി നിലവിലുണ്ടോ ആ സമയത്ത്? നമ്മൾ ആദ്യമേ പഠിച്ച എന്താണ് കാര്യം? വാട്ട് ഈസ് ദ ബേസിക്സ് ദാറ്റ് വി ഹാവ് ലേൺ? ദ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. ദേ മസ്റ്റ് ബി 2 parties. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രൊമോട്ടറിനെ കണ്ടാൽ തന്നെയും പ്രൊമോട്ടർ അവിടെ പ്രസൻ്റ് ആയിരിക്കണം അല്ലേ? ഈ കേസിൽ പ്രൊമോട്ടർ പ്രസൻ്റ് അല്ല. എന്ന് വെച്ചാൽ പ്രൊമോട്ടർ പ്രസൻ്റ് ആണ്. പ്രൊമോട്ടറിനെ ഒരു ഏജൻറ്റായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ പ്രൊമോട്ടർ ഇവിടെ പ്രസൻ്റ് ആണ്. പക്ഷേ പ്രിൻസിപ്പൽ ഇവിടെ പ്രസൻ്റ് അല്ല. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ആരാണ്? കമ്പനി. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ പ്രിൻസിപ്പളും ഏജൻറ്റ് ആർക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നത്? ഫോർ ദ പ്രിൻസിപ്പൽ അല്ലേ? ഈ ഒരു കേസിൽ കമ്പനി നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ പ്രിൻസിപ്പൽ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. പ്രിൻസിപ്പൽ എക്സിസ്റ്റ് ചെയ്യാതെ ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് നടക്കുകയില്ല അല്ലേ? പ്രിൻസിപ്പലിൻ്റെ എക്സിസ്റ്റൻസ് അവിടെ കാണണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇനിയും പഠിക്കാൻ വരുന്നുണ്ട്. ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ അല്ല, കോൺട്രാക്ട്സ് ഞങ്ങൾ പഠിച്ചില്ലല്ലോ അല്ലേ? അടുത്ത പ്രാവശ്യം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കോൺട്രാക്ട്സിൻ്റെ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് 2 parties കാണണം. ആ 2 parties എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അല്ലാതെ മരിച്ച ഒരാൾക്ക് വേണ്ടി ആ ആളുടെ പേരിൽ നമുക്കൊരിക്കലും കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാനോ അത് നടത്താനോ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, ഈ ഒരു കേസിലും അതുപോലെ തന്നെയാണ്. അതായത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് they act as an agent ഈ ഒരു കേസിൽ, in the case of a contract, and the company will be coming in existence only later. So these contracts that they enter into are called pre-incorporation contracts. അപ്പോൾ ഇങ്ങനത്തെ കോൺട്രാക്ട്സിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ എന്താണെന്നാണ് ഇതിനകത്ത് പഠിക്കുന്നത്. കമ്പനി വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആർ ദേ ബൗണ്ട് ബൈ ദീസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്? നോ, ദേ ആർ നോട്ട് ബൗണ്ട് ബൈ ദീസ് കോൺട്രാക്ട്സ് ബിക്കോസ് ദേ ഹാവ് നെവർ ഗിവൺ എനി കൺസെൻറ്റ് ഓൺ ദീസ് കോൺട്രാക്ട്സ് അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞ ഇവിടെ കമ്പനി. ഓക്കെ, വെൻ ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. പക്ഷേ വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ദേ കനോട്ട് റാറ്റിഫൈ ദി എഗ്രിമെൻറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ടൈമിൽ അവർ എക്സിസ്റ്റ് ചെയ്തില്ല. അവർ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യത്തിന് എങ്ങനെ അവർ ഇപ്പോൾ റാറ്റിഫൈ ചെയ്തെന്നിരിക്കട്ടെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കോൺട്രാക്ട് ഹാസ് ബീൻ വാലിഡ് ഫ്രം ദാറ്റ് ഡേറ്റ് ഓൺവേർഡ്സ്. അപ്പോൾ ആ ഡേറ്റ് ഓൺവേർഡ്സ് അവർ നിലവിലില്ലായിരുന്നു, ജനിച്ചിട്ടില്ല. അവർ ജനിച്ചത് പിന്നാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നേരത്തെ ഒരു അച്ഛൻ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു കഴിഞ്ഞാൽ ആ കുട്ടി റാറ്റിഫൈ ചെയ്താലും അത് അന്ന് മുതലേ ഉള്ള കോൺട്രാക്റ്റ് അതാവുകയില്ല. അത്രയേ ഉള്ളൂ ഈ ഒരു കേസിൽ. വേണമെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റായിട്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. once they have registered, the contract can be ratified only when the agent acts for the principal who is in existence, kandam, who is competent to the contract at the time of the contract was made. The company was not competent enough. It was not in on existence. It has never given a birth. അല്ലെങ്കിൽ അത് നിലവിൽ വന്നിട്ടില്ലായിരുന്നു, was not in existence എന്ന് പറയും. If the agent undertook any liability under the agreement, he would be personally liable, notwithstanding that he was described as an agent and that the company has attempted to ratify the agreement.
അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ ഏജൻ്റാണ് ഈ പ്രിൻസിപ്പളിന് വേണ്ടി, നിലവിലില്ലാത്ത പ്രിൻസിപ്പളിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും ദ ലയബിലിറ്റി ഫോൾസ് ഓൺ ദി ഏജൻറ്റ്. ഓക്കെ. Now, the company cannot cannot enforce a preliminary agreement. The company cannot sue the person who, before its incorporation, had contracted to buy its shares. Preliminary agreements ഒന്നും എൻഫോഴ്സ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുകയില്ല. കമ്പനി cannot sue a person. He cannot sue a person who is before its incorporation has contracted. ഞാൻ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ പേരിൽ ഒരു കോൺട്രാക്റ്റ് അതിൽ നിന്നും ഇതായി പ്രവർത്തിച്ചു എന്ന് ഒരിക്കലും കേസ് കൊടുക്കാൻ സാധിക്കുകയില്ല. ഓക്കെ. Now, preliminary contracts and the preliminary contracts made by the, അതാണ് ഇത്രയും പറഞ്ഞത്, preliminary contracts made by the promoters generally provide that if the company adopts the agreement, the liability shall cease. കമ്പനി അത് ഏറ്റെടുത്ത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പം തന്നെ അത് സീസ് ചെയ്തു, ഇനി മുതൽ ലയബിലിറ്റി പ്രൊമോട്ടറിൻ്റെ മുകളിൽ വീഴുകയില്ല. ബട്ട് ഇഫ് ദ കമ്പനി ഈസ് നോട്ട് ഗിവിങ് ഇറ്റ്സ് അസെൻറ്റ്, അല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കോൺട്രാക്റ്റ് എന്നുണ്ടെങ്കിൽ ദ ലയബിലിറ്റി ഫോൾസ് ഓൺ ദ പ്രൊമോട്ടർ. ബട്ട് അതിൻ്റെ ടൈം ലാപ്സ് ആയി പോയി എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടറിന് ലയബിലിറ്റിയിൽ നിന്നും വേവ് ചെയ്ത് രക്ഷപ്പെടാം. ഓക്കെ. Section 15 and 16 of Specific Relief Act also deal with this issue. Contract Act മാത്രമല്ല, Specific Relief Actനകത്ത് it says that when the promoter of a company have, before its incorporation, entered into a contract for the purpose of the company, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തെങ്കിൽ such contract is warranted by terms of incorporation. Specific performance may be obtained, okay, by or enforced against the company, provided that the company has accepted the contract, has communicated such acceptance to either party to the contract. If the company has accepted it through ഇപ്പോൾ മെയിലിൽ കൂടെയോ എന്തിനെങ്കിൽ കൂടെയോ കമ്പനി അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ നമുക്ക് സ്യൂ ചെയ്യാം. ആ കമ്പനി നമ്മൾ എൻ്റർ ചെയ്ത് ആ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നും പറഞ്ഞാൽ നമുക്ക് സ്യൂ ചെയ്യുകയും സാധിക്കും. ഇതാണ് പ്രിലിമിനറി അല്ലെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. കമ്പനി നിലവിൽ വരുന്നതിന് മുന്നേ പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് കമ്പനി. ഓക്കെ. അതിന് ശേഷം കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യാൻ അതിന് സാധിക്കില്ല. കാരണം പണ്ട് അത് എക്സിസ്റ്റൻസിലല്ലായിരുന്നല്ലോ. അതൊരു പുതിയ കോൺട്രാക്റ്റായി ഫോം ചെയ്ത് മുന്നിലേക്ക് പോകാം. ഇനി അതല്ല, കമ്പനി റാറ്റിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലയബിലിറ്റി വിൽ ഫോൾ ഓൺ ദ പ്രൊമോട്ടർ. ഏത് കേസിലും ലയബിലിറ്റി ഫോൾസ് ഓൺ ദ പ്രൊമോട്ടർ. ഇനിയും കോൺട്രാക്റ്റായിട്ട് എൻട്രി ചെയ്തവർ മുന്നോട്ട് പോയില്ലെങ്കിൽ ലയബിലിറ്റി വിൽ ഫോൾ ഓൺ ദ പ്രൊമോട്ടർ ആസ് വെൽ ആസ് ആ ടൈം ലാപ്സ് ആയി കഴിഞ്ഞാൽ പ്രൊമോട്ടറിൻ്റെ ലയബിലിറ്റി സീസ് ചെയ്യും. വേവ് ചെയ്ത് പ്രൊമോട്ടറിനെ രക്ഷപ്പെട്ടു പോകാം. പിന്നെ ഇനി കമ്പനി അറിഞ്ഞുകൊണ്ട് അതൊരു നഷ്ടം എനിക്ക് വരുത്തി, കമ്പനി ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു നഷ്ടം വന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെസിഫിക് റിലീഫ് ആക്ട്, സ്പെസിഫിക് പെർഫോമൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കമ്പനിക്കെതിരെ ഐ ക്യാൻ എൻഫോഴ്സ് അഗൈൻസ്റ്റ് ദ കമ്പനി. ഓക്കെ. അപ്പോൾ ഒരു റീസൺസ് കാണിക്കുക വൈ ഇറ്റ് ഇസ് സോ. ഇനി അവർ വല്ലതും കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ഇമെയിൽ എനിക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് എനിക്ക് സ്പെസിഫിക് റിലീഫ് എൻഫോഴ്സ് ചെയ്യാനായി മുന്നോട്ട് പോകാം. ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടക്കുക, കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ് നമ്മൾ സമ്മതിച്ചു, ആൻഡ് എന്താ പറയുന്നത്, ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഹിസ് മെമ്പേഴ്സ്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ വി ക്യാൻ സ്യൂ ദ കമ്പനി ആസ് വെൽ ആസ് എന്തെങ്കിലും പ്രോബ്ലംസ് വിത്ത് ദ കമ്പനി ക്യാൻ ഓൾസോ സ്യൂ us. Now, this concept of separate entity can be considered as a veil or a curtain between the company and its members. അതായത് ഞാൻ എന്ത് കമ്പനി മെമ്പേഴ്സും തമ്മിൽ രണ്ടും രണ്ടാണ് എന്ന് പറയുമ്പോഴും കമ്പനിക്ക് കയ്യോ കാലോ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം മെമ്പേഴ്സാണ് കയ്യും കാലും ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം.
അപ്പം ഏത് കാര്യങ്ങളിലും മെമ്പർ ചെയ്ത് കൂട്ടിയാലും മെമ്പർ ഓഫ് എ കമ്പനി ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. ആ കമ്പനി പറഞ്ഞിട്ട് അല്ല കമ്പനി പറഞ്ഞാണ് ഞാനത് ചെയ്തത്, കമ്പനി പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് എന്നെല്ലാം പറഞ്ഞ് മെമ്പർ അങ്ങ് രക്ഷപ്പെടും. ഓക്കെ, അങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ ഉള്ളത് ഈ ഒരു ലിഫ്റ്റിംഗ് ഓഫ് പിയേഴ്സ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് അത് കമ്പനിയുടെയാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രിവിലേജ് ഇവർ അബ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസോണസ്റ്റ് അല്ലെ ഫ്രോഡുലൻ്റ് കാര്യങ്ങൾ എന്താണ് അതിനുള്ളിൽ നടന്നിട്ടുള്ളതെന്നറിയാൻ വേണ്ടി കോർട്ട് വിൽ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ ആൻഡ് ഫൈൻഡ് ആരാടാ കട്ടിൻ്റെ പുറയിലിരുന്ന് ഇതെല്ലാം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി നോക്കി കണ്ടുപിടിക്കുക, ആരാ അതിൻ്റെ പുറയിലിരുന്ന് ഈ നാശമെല്ലാം കാണിച്ചു വെച്ചതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഹൂ ഈസ് എ പേഴ്സൺസ് ബിഹൈൻഡ് ദ കമ്പനി ഹൂ ആർ മിസ്യൂസിങ് ദിസ് ഫിക്ഷൻ എന്നും പറഞ്ഞ് കണ്ടുപിടിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ചാൽ അത് ഞാൻ ഒന്ന് വായിച്ചു വിടുവാണ്. ദ ജനറൽ റൂൾ ഇസ് ദാറ്റ് ദ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലേ. ആൻഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ വെയിൽ ഓർ എ curtain between the company and its members. In ordinary situations, any reference to the company is a reference only to the corporate entity and the shareholders who constitute the company are spared. Okay. By any reference that I am making, I would be saying that it's on behalf of the company. Lavi and company എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നെല്ലാം പറയും. Whenever there is a question of liability, the members can defend themselves, okay, stating that it is an act of the company and they are not personally liable. എനിക്കെതിരെ വരുന്നോ, എനിക്കെതിരെ വരണ്ട, കമ്പനിക്കെതിരെ തിരിഞ്ഞാൽ മതി, കമ്പനിയാണത് കാണിച്ചത് എന്ന് പറഞ്ഞ് തലയൂരി രക്ഷപ്പെടാൻ സാധിക്കും. However, there are situations where this privilege of the company may be abused by its members. The advantages of incorporation are to be enjoyed only by those who want to make an honest use of the company. But in case of dishonest and fraudulent use, okay, of the facility of incorporation, the court may break through അല്ലെങ്കിൽ lift the corporate veil and look at the persons who are behind the company who are misusing this fiction. In legal parlance, this process is termed as lifting of corporate veil. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ? ഈ രീതിയിൽ കോർട്ട് തുറന്നു നോക്കും ആരാണ് ഇതിൻ്റെ പിന്നിൽ, കള്ളനെവിടെ. ഇനി there are some exceptions. Okay, in following situations where the corporate veil of the company may be lifted, okay, lifted ചെയ്യുന്നതാണ്. Okay, for the protection of റവന്യൂവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചിലവരൊരു കമ്പനി തന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, ഇപ്പം കാശെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ടാക്സും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളപ്പോൾ ഞാൻ ഒരു കമ്പനി എന്നൊരു രീതിയിൽ ഫോം ചെയ്ത് അതിനകത്ത് കൊണ്ടുപോയി രൂപയൊക്കെ ഇട്ടിട്ട് സേഫ് ആണല്ലോ. അത് കമ്പനിയുടെ രൂപയാണ്, എൻ്റെ രൂപയില്ല, കമ്പനിയുടെ രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ. The court may not recognize a separate existence of a company where the only purpose for which it appears to have been formed is evasion of tax. Okay. എന്തൊക്കെയാണ് കേസ് ലോസ് നോക്കാം. സർ ദിൻഷോ മക്കൻജി പെറ്ററ്റ് എന്ന് പറയുന്ന ആൾ, D was a rich man having an income from dividends, okay, from several companies. To escape from tax liabilities, he formed 4 companies. It's not 1, it's 4, okay, and transferred the shares and interest to these companies. He transferred all his interest and shares into these companies. And later, when he was in need, okay, of money, he took pretended loans ഫ്രം ദീസ് കമ്പനി. രൂപയുടെ ആവശ്യം വരുമ്പോൾ എങ്ങനെ ഇനി കമ്പനിയിൽ നിന്നും എടുക്കുന്നത്? എനിക്ക് ലോൺ തരുക, ഞാനിവിടുത്തെ എംപ്ലോയിയാണ്, എനിക്ക് ലോൺ തരുക എന്നുള്ള രീതിയിൽ ഹി ടുക്ക് പ്രിറ്റൻഡഡ് ലോൺസ് ഫ്രം ദീസ് കമ്പനീസ്. Okay, which were never repaid. That was never repaid. So in legal proceedings, what did the court do? The court lifted the corporate veil of all the 4 companies and treated the income as if they were of Mr. D. ഡിയുടെ ഇൻകമാണ് ഈ കമ്പനി കിടക്കുന്നതെല്ലാം എന്നുള്ളത് കോടതി തന്നെ അത് കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞു. ആരെങ്കിലും വെച്ചു കൊടുത്തായിരിക്കും, പാവം. ഇനി അടുത്ത് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് ഇംപ്രോപ്പർ കോൺട്രാക്ട്.
If the advantage of incorporation is used for the purpose of committing fraud, the creditors or defeating on creditors or defeating any provisions of law, then the court may lift the corporate veil. ഇതിലെഴുതിയാണ് ജോയിൻസ് വേഴ്സസ് ലിറ്റ്മാൻ എന്ന് പറയുന്ന കേസുണ്ട്. എൽ entered into a contract to sell a property of J. Okay. Later, L changed his mind, and to prevent the specific performance of contract, he transferred his property in favor of a newly formed company. And on a case filed by J, the court held that the company is fraud. Okay. ചില കാര്യങ്ങൾ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കണ്ടക്റ്റിന് വേണ്ടി തന്നെ ഇങ്ങനെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള ഒരു രീതി ചെയ്താൽ മാത്രമേ അത് ചിലപ്പം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. ഈ ഒരു കേസിൽ നമ്മൾ കണ്ടു ചില ഇതനുസരിച്ച് ഞാൻ അവന് എൻ്റെ പ്രോപ്പർട്ടി കണ്ണായ സ്ഥലം വളരെ ചുളിവ് രൂപയിൽ എൻ്റെ അത്യാവശ്യം കാരണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്ന് ടോക്കൺ അഡ്വാൻസ് മേടിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ. പക്ഷേ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ ആലോചിച്ചു, അയ്യോ എനിക്കിപ്പോൾ രൂപയൊക്കെ വന്നു, ഇപ്പം എനിക്ക് വിൽക്കേണ്ട ആവശ്യമില്ല, ഇനി അവൻ്റെ അടുത്ത് നോ പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതി വരുമ്പോൾ അവൻ എനിക്കെതിരെ സ്പെസിഫിക് പെർഫോമൻസ് മൂവ് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനപ്പോൾ ചിന്തിച്ചു, എന്നാൽ ഒരു കമ്പനി പോലെ തുടങ്ങിയിട്ട് ആ കമ്പനിയുടെ പേരിൽ ഈ പ്രോപ്പർട്ടി അങ്ങോട്ടേക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, അപ്പോൾ അവരെതിരെ ലീഗൽ ആക്ഷൻ വരില്ലല്ലോ. അപ്പോൾ എന്താണ് ആക്ച്വലി അത് ഫോർമേഷൻ്റെ പർപ്പസ് അത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. മറ്റേ ടാക്സ് ഇവേഷൻ ആണെങ്കിൽ ഇത് ആ പ്രോപ്പർട്ടി സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമേഷനായിരുന്നു. Determination of enemy character of a company. In times of war, the court may lift the corporate veil of the company and see whether the company is controlled by alien enemies. Alien enemies ആണോ കൺട്രോൾ ചെയ്യുന്നതെന്നറിയാൻ the court may lift the corporate veil and see. അപ്പോൾ ഡെയിൽമർ വേഴ്സസ് കോണ്ടിനെൻ്റൽ ടയർ ആൻഡ് റബ്ബർ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കേസിലാണ് the company was incorporated in England to sell tire manufacture. Okay, tires manufactured by a Germany company in Germany. The Germany company held majority of the shares in the English company. Okay, and during the First World War, the English company filed a case before the English court to recover a trade debt. Okay. The English court, however, they decided that the company is an alien enemy and therefore it was allowed to proceed. It was not allowed to proceed with the case because കുറേ ഷെയർസും ജർമ്മനിയുടെ ആയിരുന്നു. അപ്പോൾ ഏലിയൻ അവർ വാറിലായിരുന്നപ്പോൾ ജർമ്മനി അവരുടെ ഏലിയൻ എനിമിയായി മാറി. അപ്പം ഷെയർസ് ഒരുപാട് ജർമ്മനിയുടെ ഉള്ളത് കൊണ്ട് that company itself was considered as an alien enemy. Now, avoidance of welfare legislation. When a company is formed for the purpose of escaping from liability, of complying with the provisions of any welfare legislations, the court may lift the corporate veil. Where the only purpose behind the incorporation is to escape from the liability of paying bonus to workers or offering some benefits under the provisions of Factories Act 1948 or any similar legislation, the court may overlook the corporate entity of the legal person. ചില കാര്യത്തിന് വെൽഫെയർ ലെജിസ്ലേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ കമ്പനീസ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ വെരി പേർപ്പസ് എന്തിനാണ്? ഓക്കെ, ലയബിലിറ്റി ഓഫ് പേയിങ് ബോണസ് ടു വർക്കേഴ്സ് അല്ലെങ്കിൽ ഓഫറിങ് സം ബെനിഫിറ്റ്സ് ടു ദം അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ഫാക്ടറീസ് ആക്ട്, ഇങ്ങനത്തെ സിമിലർ ലെജിസ്ലേഷൻസ് ഒരുപാടുണ്ട്. ആ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചില കമ്പനികൾ ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും കോർപ്പറേറ്റ് വെയിൽ തുറന്നിട്ട് നോക്കി കണ്ടുപിടിക്കും. Where the company is acting as an agent of the shareholders. In such situations, the shareholders will be held liable for the acts of the company. In statutory exceptions, common law exceptions. The Companies Act contains few provisions where the concept of separate entity of company is not honored. The following are few situations. Okay? If the number of members go below the statutory minimum,
where the number of members falls below the statutory minimum, 7 in case of public company, അല്ലെങ്കിൽ 2 in case of private company ആണെങ്കിൽ the company continues to carry on the business for the more than 6 months, while the number is so reduced, every person who is a member of the company during the time when it carries on the business and has acknowledged the fact shall be severely liable to the creditors for the debts contracted during that period. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരാറുണ്ട്. നമ്മൾ 7 പേരടങ്ങുന്നതാണ് മിനിമം പബ്ലിക് കമ്പനിക്ക് വേണ്ടിയ പേഴ്സൺസ് എന്ന് വെച്ചിട്ട് ഒരാൾ മരിച്ചുപോയി, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരുമില്ല, സ്റ്റിൽ 6 പേരുമായിട്ട് മുന്നോട്ട് പോകുന്നു, കമ്പനി വൈൻഡപ്പ് ചെയ്യാതെ മിണ്ടാതിരുന്നുകൊണ്ട് കമ്പനി കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലാണേ തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ കോർട്ട് ദേ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ ആൻഡ് സീ വെദർ നമ്പർ ഓഫ് മെമ്പേഴ്സ് കറക്റ്റായിട്ടുണ്ടോ. ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്ട്സ് അവർ ഇതിന് ശേഷം 7 മെമ്പേഴ്സ് സീസ് ചെയ്തോ അതിന് ശേഷം എൻട്രി ചെയ്ത ഓരോ കോൺട്രാക്റ്റിനും പേഴ്സണലി ലയബിൾ, അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെ ആയിരിക്കും ആ കോൺട്രാക്റ്റിന് അപ്ലൈ ചെയ്യുക. Now, failure to refund the application money. Okay. Where the minimum subscription has not been received by a company within the 120 days from the date of issue of prospectus, all the monies received from the application for shares shall be returned. ഇനി അവരങ്ങനെ ചെയ്യാതിരുന്നാലാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് കാണുന്നത്. മിനിമം ഇപ്പം ഞാൻ ഒരു 10,000 ഷെയർ ക്യാപിറ്റൽ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ അത് റേസ് ചെയ്യാനായിട്ട് ഞാൻ പ്രോസ്പെക്ടസ് വിട്ടെന്നിരിക്കട്ടെ. എനിക്ക് 8,000 ആയാലും 9,000 ആയാലും 9,999 ആയാലും ₹1 കുറവുണ്ടെങ്കിലും എൻ്റെ ആ 10,000 തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ I should return all the applications money back to the shareholders. Okay. ഇനി company not mentioned and a negotiable instrument, where the negotiable instrument is signed by an officer of a company on behalf of the company without mentioning the name of the company, he would be personally liable to the holder of instrument. Okay. കമ്പനിയുടെ പേരിലല്ലാതെ എൻ്റെ സ്വന്തം പേരിൽ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ഒപ്പിട്ട് ചെക്ക് ഒപ്പിട്ട് കൊടുത്താൽ ഞാനായിരിക്കും പേഴ്സണലി ലയബിൾ ആവുന്നത്. ദെൻ ഗ്രൂപ്പ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. These principle of separate legal entity may be discharged where a company has subsidiaries. Along with company's own profit and loss account, a balance sheet, the documents, profit and loss account and balance sheet, the documents of subsidiary companies and mutual should be laid. So if I have a number of subsidiary companies, ഞാൻ ഹോൾഡിംഗ് കമ്പനിയാണ്, എനിക്ക് ഒത്തിരി കാശുള്ള ഒരു കമ്പനിയാണ്, ഞാൻ കുറേ സബ്സിഡിയറീസിനെ ഏറ്റെടുക്കുകയും അവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ബാലൻസ് ഷീറ്റിൻ്റെ കൂടെ ആ സബ്സിഡിയറി കമ്പനീസിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറത്ത് കാണിക്കണം. Now, investigation into related companies. It is necessary for the satisfactory completion of investigation into the affairs of the company. The inspector appointed to investigate may look into the affairs of another related company in the same management. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? റിലേറ്റഡ് കമ്പനി, സബ്സിഡറി കമ്പനി ഉണ്ട്, ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എൻ്റെ ഹോൾഡിംഗ് കമ്പനി, അറ്റ് ദ സെയിം ടൈം എൻ്റെ സബ്സിഡറി കമ്പനീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയും പോയി ഇതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ചെയ്യാം. ഫ്രോഡുലൻറ്റ് ട്രേഡിംഗ്. In course of a winding up of a company, it appears that any business of the company has been carried on with the intent to defraud its creditors. Okay, creditors-ന് ഇപ്പോൾ പോപ്പുലറിൻ്റെ കേസ് എന്ന് പറയുന്ന പോലെ ഇഷ്ടംപോലെ ക്രെഡിറ്റേഴ്സിന് രൂപ കിട്ടാനായിട്ടുണ്ട്. അങ്ങനെ ഡീഫ്രോഡ് ചെയ്യാനായിട്ടാണ് അവർ ഈ പല 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 ടൈപ്പ് ഓഫ് ബിസിനസ്, മേരി ട്രേഡിങ്, പിന്നെന്താ പോപ്പുലർ ഡീലേഴ്സ്, പോപ്പുലർ ട്രേഡേഴ്സ്, മൈ പോപ്പുലർ, പോപ്പുലർ ഫിനാൻസ്, അങ്ങനെ കുറേ അവർ പല പേരുകളിൽ, പിന്നെയുണ്ട് പോപ്പുലർ ഏതാണ്ടുണ്ട്. അങ്ങനെ പല പല പേരുകളിൽ അവർ ക്രെഡിറ്റേഴ്സിൽ നിന്നും രൂപ എടുക്കാൻ വേണ്ടി ഫോം ചെയ്തത് ഉണ്ടെങ്കിൽ the court may declare that such persons are to be personally liable for the debts and other liabilities of the company. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കോർട്ട് വിൽ അവരെയല്ലേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, കമ്പനിയാണോ പിടിച്ച് ജയിലിനകത്തിട്ടിരിക്കുന്നത്, അവരെയാണ് പേഴ്സണലി അവരാണ് ലയബിൾ ആകുന്നത്. പിന്നെ ഫ്രോഡുലൻറ്റ് തിങ് ബിക്കോസ് ദ കോർട്ട് ലിഫ്റ്റഡ് ദ കോർപ്പറേറ്റ് വെയിൽ ആൻഡ് സോ അത് കണ്ടുപിടിച്ചു ആരാണ് അതിൻ്റെ പിന്നിലെന്ന്.
So with this, I think you're finishing up യൂണിറ്റ് 1 അല്ലേ? ഇനി യൂണിറ്റ് 2 വളരെ എളുപ്പമാട്ടോ. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, സുപ്രീം ഡോക്യുമെൻറ്റ്, സബ്സിഡറി ഡോക്യുമെൻറ്റ് എല്ലാം വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. അതെല്ലാം ഓരോരോരോ ക്ലാസ്സായിട്ട് എടുത്ത് നമുക്ക് എളുപ്പം തീർക്കാം. അപ്പം ഇതുവരെയുള്ള യൂണിറ്റ് 1 മൊത്തം വായിച്ചു വെക്കാം. ഈസി അല്ലേ? ഭയങ്കര ഈസിയാണ് സത്യം പറഞ്ഞാൽ. ഇനി എന്തെങ്കിലും സംശയം അതിനകത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, യു ക്യാൻ ടെക്സ്റ്റ് മീ, I shall reply. Okay, so thank you, have a nice day.